الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ദാസന്മാരായി ജീവിച്ച് മരിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെ നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിക്കൊണ്ട് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ചില ആളുകളുടെ ആത്മഹത്യകൾ. ഈ ഒരു വിഷയം ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ പലപ്പോഴും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് അവരുടെ സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടി എത്രത്തോളം ദാരുണമാക്കാൻ സാധിക്കുമോ അത്രത്തോളം ദാരുണമാക്കിക്കൊണ്ട് ചിത്രീകരിക്കുമ്പോൾ ഇതിനിടയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കളുമൊക്കെ ഇതുപോലെയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുന്നതിലുപരിയായിക്കൊണ്ട് ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പ്രേരിപ്പിക്കുന്നൊരവസ്ഥയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 സംഭവങ്ങളുണ്ടായി. അതായത് ഒരു കുട്ടി +2 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു കുട്ടി തന്നെ അവരെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്. അവനെന്തോ പ്രശ്നമുണ്ട്, ആ മാർക്കിനെ കുറിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ മുകളിലത്തെ റൂമിൽ പോയി വാതിലടക്കുകയും വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു തോർത്തെടുത്തുകൊണ്ട് കഴുത്തിൽ ചുറ്റി അത് ഫാനിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു വാർത്ത, വലിയ ബിസിനസ്സുകാരനായ, അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന CJ റോയി എന്ന് പറയുന്ന കോടീശ്വരനായ ഒരു മനുഷ്യൻ വെടിയുതിർത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 57 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. റിയൽ എസ്റ്റേറ്റും സിനിമാ വ്യവസായവും ഒക്കെ ആയിക്കൊണ്ട് ദുബായിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ കൊട്ടാര സദൃശ്യമായ വീടുകളൊക്കെ കെട്ടിപ്പൊക്കി ഒരു മകൾ മാത്രമാണുള്ളത്. ഇതൊക്കെ അനുഭവിക്കാൻ ഏറ്റവും വിലപിടിച്ച ലക്ഷറി കാറ്
വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ലോകത്ത് തന്നെയുള്ളൂ. അതുപോലും കൈവശമാക്കിയ മനുഷ്യൻ ഒറ്റ വെടിയിലും ഒരു പുകയിലും എല്ലാം കഴിഞ്ഞ ഒരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി. ഇത് കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരാള് സംസാരത്തിനിടയിൽ പറയുകയാണ്, ഇത്രയും സമ്പന്നനായ ഇയാൾക്ക് പോലും പല വിഷയങ്ങളും പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ ജീവിച്ചിരുന്നത് കൊണ്ട് എന്താണ് കാര്യമുള്ളത് എന്ന നിലക്ക് സംസാരിക്കുന്ന സംസാരങ്ങൾ. ഇതാണ് നമുക്കിന്ന് മാധ്യമങ്ങൾ എത്തിച്ചു തരുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. ബസ്സിൽ നടന്ന ഒരു സെൽഫിയുടെ പേരിൽ ലൈംഗിക ആരോപണം വന്നപ്പോൾ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അത് രണ്ട് ഭാഗത്തും തെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അതിന്റെ തെറ്റ് ശരികളിലേക്കല്ല, മറിച്ചൊരു ചെറിയ കാര്യം മതി മനുഷ്യനെ. എന്താണ് കാരണമെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതാണ് പ്രശ്നം. മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ ആക്ഷേപിക്കുമോ, അവരുടെ മുമ്പിൽ ഞാൻ അപമാനിതനാകുമോ എന്ന ഭയമാണ് പലപ്പോഴും ഓരോരുത്തരെയും ഇതിൽ എത്തിക്കുന്നത്. എത്രയോ പ്രമുഖന്മാർ ലോകത്ത് ജീവനൊടുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അഡോൾഫ് ഹിറ്റ്ലർ എല്ലാ സൈന്യവും ശക്തിയും ഉണ്ടായിരുന്ന സ്വേച്ഛാധിപതിയായിരുന്ന മനുഷ്യൻ അവസാനം ആത്മഹത്യ ചെയ്ത അവസ്ഥ അയാൾക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. നക്സൽ എന്ന് പറയുന്ന സംഘം രൂപീകരിച്ചതിന്റെ നേതാവ് പോലും അയാൾക്ക് രോഗം വന്ന് സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ കേരളത്തിലെ നോക്കിയാൽ ഇതൊരു സാധാരണ സംഭവമായിക്കൊണ്ട് മാറിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു മേയർ എന്തോ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തത്. കാമുകന്മാർ സ്ഥിര സംഭവമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാമുകിക്കും അടുക്കുമ്പോൾ അതില് വ്യസനിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ, ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് കാമുകിയോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകനോടൊപ്പം ഹോട്ടൽ റൂമിൽ പോയി റൂം എടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും കാമുകൻ കാമുകിയെ തള്ളി കഴുത്തിൽ കുടുക്കിട്ടിട്ട് ആ സ്റ്റൂൾ തട്ടിമറിച്ച് കാമുകിയെ കൊന്ന് കാമുകൻ രക്ഷപ്പെട്ട വാർത്ത, ഇതൊക്കെ നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു പൊതുബോധമായിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കളുടെ മനസ്സിലൊക്കെ ആത്മഹത്യാ പ്രവണതയുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അവരൊക്കെ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അല്പം ക്ഷമയും സഹനവും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിവുള്ളവരാണോ എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതിനുള്ള എന്ത് ബോധമാണ് അവരെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കണം. പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ധീരകൃത്യം പോലെയാണ് ഇതൊക്കെ പറയുന്നത്. അതായത് വിധിയെ തോൽപ്പിച്ചു, ചില ആളുകള് വലിയ വേദന സഹിച്ചുകൊണ്ടുള്ള ക്യാൻസർ രോഗമൊക്കെ സഹിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ വിധിയെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാർ, നമ്മൾ ആലോചിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇതിനുണ്ടാകാം. ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ വലുതെന്ന് വിചാരിക്കുന്ന കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലോകത്ത് എത്ര സുഖം കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം വായിച്ച വാർത്ത നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. നല്ല പണക്കാരൻ, കോടീശ്വരനായ മനുഷ്യൻ, അയാൾക്ക് എന്ത് പ്രശ്നമാണ്, അയാൾക്ക് എന്ത് കടമാണ്, അയാൾക്ക് എന്ത് കഷ്ടപ്പാടാണുള്ളത്. പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് ജീവനെടുക്കുകയാണ്. നമുക്കാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പല വർഷങ്ങളിലും ലോകത്ത് ഏറ്റവും സമാധാനമുള്ള സന്തോഷമുള്ള രാജ്യങ്ങളുടെ കണക്കെടുക്കാറുണ്ട്. അതില് ഇന്ന് നിലവിൽ ഏറ്റവും സമാധാനവും സന്തോഷവുമുള്ള നാടായിട്ട് അറിയപ്പെടുന്ന ഫിൻലാൻഡാണ്. ആ ഫിൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലം, ഡെൻമാർക്ക്, സ്വീഡൻ, ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതായത് ആളുകൾക്കൊന്നും പ്രശ്നവുമില്ല, ഭൗതികമായിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും, അവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇതിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 126-ാമത്തെ സ്ഥാനമാണ്. നേപ്പാൾ അതിനേക്കാൾ മുകളിലാണ്, 92-ാമത്തെ സ്ഥാനമുണ്ട്. പാകിസ്ഥാൻ പോലും ഇന്ത്യക്ക് മുകളിലാണ്, 109-ാം സ്ഥാനമാണുള്ളത്. നമ്മൾ ആലോചിക്കണം. എന്നാൽ ഈ കണക്ക് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെയൊക്കെ സമാധാനമാണ് എന്ന് നമ്മൾ വിചാരിക്കും, വളരെ സുഖകരമായിക്കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കും, വളരെ ഹാപ്പിനെസ് ആയിക്കൊണ്ടുള്ള ജീവിതമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഫിൻലാൻഡിലെ ആത്മഹത്യാ നിരക്ക് 14.6%. ഡെൻമാർക്കിൽ 10.5% ആത്മഹത്യാ നിരക്ക്. സ്വീഡനിൽ 13.8%. ഡെൻമാർക്കിൽ 11.9%. ഇന്ത്യയിൽ 12.6% ആത്മഹത്യാ നിരക്ക്.
ഞാനിതെല്ലാം വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. എന്നാൽ 6-ാം നൂറ്റാണ്ടിന്റെ കാടത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാ രീതിയിലും മോശപ്പെട്ട ഒരവസ്ഥയാണ് അത്. ഇസ്ലാം എന്ന് പറഞ്ഞ മതം തന്നെ പ്രശ്നമാണ്. അത് അസമാധാനമാണ്, അശാന്തിയാണ് വിതയ്ക്കുന്നത്, തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലും സമാധാനമില്ല എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിലേക്ക് അവിടുത്തെ ആത്മഹത്യയുടെ കണക്ക് സൗദി അറേബ്യയിൽ 0.9%. 0.9% ആത്മഹത്യ നിരക്ക്. അത് തന്നെ അവിടുത്തെ സൗദി പൗരന്മാരാണോ എന്ന കാര്യത്തിലാണ് ചർച്ച നടക്കുന്നത്. ഈജിപ്തിൽ 0.6% ആത്മഹത്യ നിരക്ക്, ലബനനിൽ 0.7%, ജോർദാനിൽ 0.6%, ഒമാനിൽ 0.9%. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും എല്ലാ രീതിയിലും അവിടെ പ്രശ്നമാണ് എന്ന് കാണിക്കാൻ നിൽക്കുന്ന ആളുകൾ ഇതൊന്നും പലപ്പോഴും പുറത്തുവിടാറില്ല. ആത്മഹത്യാ നിരക്ക്, അവിടെ താടിയും തലപ്പാവുമുള്ള ആളുകൾ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, ബുർഖ ധരിക്കുന്ന പെണ്ണുങ്ങൾ, ഇതൊക്കെ ഒരു ഏറ്റവും മോശപ്പെട്ട 6-ാം നൂറ്റാണ്ടിന്റെ രീതിയാണ് എന്ന് പരിഹസിക്കുന്ന ആളുകൾ ഏറ്റവും സന്തോഷകരമായ ജീവിതം എന്ന് പറയുന്ന നാടുകളെ വെച്ച് നോക്കുമ്പോൾ ആത്മഹത്യാ നിരക്കിന്റെ കണക്കാണ് ഇവിടെ പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. സത്യത്തിൽ സഹോദരന്മാരെ, എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത് നമ്മളുടെ ഇടയിൽ, നമ്മളെ ചെറുപ്പക്കാർക്കിടയിൽ, ചെറുപ്പക്കാരെന്ന് പറയണ്ട, എല്ലാവരും ഈ ലോകത്തെ സുഖം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനോധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മവിശ്വാസവുമില്ല. സുഖസൗകര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ 2 ആൾക്ക് ജോലിയുള്ള ആളുകൾ, 2 പേർക്ക് ജോലി, 2 ടീച്ചർമാർ, എന്റെ നാട്ടില് 2 ടീച്ചർമാർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. നല്ല ശമ്പളമുള്ള, ജോലിയുള്ള, സുഖമുള്ള, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഉള്ള ആളുകൾ. പക്ഷെ എന്തിനാണ് മരിച്ചത്? ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പള്ളിയിൽ ഒരിക്കൽ ഇതിന്റെ മുകളിൽ ക്ലീൻ ആക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ, ഈ തൊട്ടടുത്തുള്ള ഒരാളാണ്, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരു 10-11 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു. അതായത്, നമുക്ക് അടുത്ത ദിവസം മംഗലാപുരത്തിൽ പണിക്ക് പോകണം, നീ ഉണ്ടാവില്ലെന്ന് ചോദിച്ച ഒരാൾ വിളിക്കുകയാണ്. ഒരു 2 മണിക്ക് അദ്ദേഹം ചോറ് കഴിച്ച്, ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് അദ്ദേഹം പറയാണ്, 11 മണിക്ക് ഫോൺ വിളിച്ചു വെച്ചവൻ ഇപ്പൊ അടുത്ത കോൾ വന്നിരിക്കുന്ന ആള് മരിച്ചു, ആൾ ആത്മഹത്യ ചെയ്തു. ആ ഒരു ചെറിയ ഗ്യാപ്പിനിടയിൽ സംഭവിച്ചു. എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആർക്കും അറിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ പെണ്ണിന്റെ വിഷയം, അല്ലെങ്കിൽ സമ്പത്തിന്റെ വിഷയം, ഈ ലോകത്ത് എന്തെങ്കിലും നാണക്കേട് വരുമെന്ന വിഷയം, ഇതൊക്കെ ഇവർക്ക് മാത്രമല്ല സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇത് പറയാനൊരാളില്ല. പലർക്കും ബന്ധങ്ങളില്ല. വാപ്പയുമായിക്കൊണ്ട് ബന്ധമില്ല, ഉമ്മയുമായിക്കൊണ്ട് ബന്ധമില്ല, സഹോദരനുമായിക്കൊണ്ട് ബന്ധമില്ല, സുഹൃത്തുക്കളുമായിക്കൊണ്ട് തന്നെ ആത്മാർത്ഥമായിക്കൊണ്ടുള്ള ബന്ധങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വാപ്പയൊന്ന് ചീത്ത പറഞ്ഞാൽ, ഇതെന്റെ വാപ്പയല്ലേ, വാപ്പ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് വിചാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. കമിതാക്കൾ പരസ്പരം പിണങ്ങിയാൽ ഇതൊക്കെ ആത്മഹത്യയിലേക്കാണ് എത്തിക്കുന്നത്. സഹോദരന്മാരെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഭൗതികതയുമായിക്കൊണ്ടും അതിന്റെ സുഖസൗകര്യങ്ങളുമായിക്കൊണ്ടും ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ ജീവിതത്തെ സംബന്ധിച്ച് അവർക്കൊരു തെറ്റിദ്ധാരണയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ധീരകൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. ഇത് അന്തിമ പരിഹാരമാണ് എന്ന തോന്നലാണ്. മൂന്നാമത്തത്, അവന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള വീക്ഷണം ശരിയല്ലാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ ജീവിതത്തിൽ സുഖം മാത്രം ഉണ്ടാകണമെന്നുള്ള ചിന്ത. ഇതിൽ സുഖം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അതിന് കാശ് മതി എന്ന ചിന്ത. ആ കാശ് കൊണ്ട് എന്തും വാങ്ങിക്കാം, എന്ത് സുഖവും നേടാമെന്ന് വിചാരിക്കുമ്പോൾ നേടാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല. ലൈംഗികതയിൽ സുഖം കണ്ടെത്തുന്ന ആളുകൾ, അത് കിട്ടാതെ വരുമ്പോൾ അവന് സഹിക്കാൻ സാധിക്കുന്നില്ല. തിന്നാൻ എപ്പോഴും കിട്ടിയാൽ മതി, അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട, പട്ടിണിയാണ് പ്രശ്നം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അത് കിട്ടാതായാൽ പ്രശ്നമാണ്. ഇതവസാനം ഈ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ. സഹോദരന്മാരെ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ധീരമായി നേരിടുക എന്നതാണ് യഥാർത്ഥ ധീരത. ആ പ്രശ്നത്തിന് നമ്മൾ അഭിമുഖീകരിക്കുക. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും, എങ്കിലും അതിനേക്കാൾ വലിയ എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നൊരു പ്രതീക്ഷയില്ലാത്ത ജീവിതം. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് ധീരതയല്ല.
ഏറ്റവും വലിയ ഭീരുത്വമാണ് ഈ ലോകത്ത് നിന്ന് ഒളിച്ചോടുക എന്നതാണ്. അവൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. സർവ്വ ആയുധങ്ങളും വെച്ച് കീഴടങ്ങുക എന്നതാണ് ആത്മഹത്യ. അതുപോലെ തന്നെ ജീവിതത്തിനെ കുറിച്ചുള്ളവന്റെ വീക്ഷണം, ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു, രക്ഷപ്പെട്ടു, പിന്നെ ഒരു ശൂന്യതയാണ്, മണ്ണിൽ അലിഞ്ഞു പോകും, അല്ലെങ്കിൽ തീ കത്തിച്ച് ചാരമായി കൂമ്പാരമായി പോകും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത്? അങ്ങോട്ട് മരിച്ചേക്കാം, ഇതെന്തിനാണ് വെറുതെ അനുഭവിക്കുന്നത്? എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഏതായാലും എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തീർത്താൽ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ അവിടെയാണ് അവന്റെ ജീവിതവും പ്രയാസവും ആരംഭിക്കുന്നത്. ഈ ചിന്തയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ, അവന്റെ ജീവിത വീക്ഷണം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്ഷണികമായ ജീവിതമാണ്. ഇവിടെ സുഖം കിട്ടിയാലും ദുഃഖം കിട്ടിയാലും അതിനൊരു പരിധിയുണ്ട്. അത് നമ്മൾ എപ്പോ വേണമെങ്കിലും അത് വെച്ചിട്ട് പോകേണ്ടവരാണ്. മരണാനന്തരം അനന്തമായിക്കൊണ്ടുള്ള ഒരു ജീവിതമുണ്ട് എന്ന ചിന്തയാണ് ഈ ജീവിത വീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമുക്ക് വേണ്ടത്. ഈ ഒരു ചിന്തയുണ്ടെങ്കിലോ, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അവിടെ ഒരു പരലോകമുണ്ട്, ഞാൻ ചെയ്തതിന് നല്ലതിനൊക്കെ എനിക്ക് കൂലി കിട്ടും, ഞാൻ ചെയ്ത എല്ലാ മോശതരത്തിനും എനിക്ക് ശിക്ഷയുണ്ടാകും. ഈ ചിന്ത ഇഹലോകത്ത് നമുക്കൊരു മാന്യമായ ജീവിതം തരും. അതിലെന്താണ് നമുക്ക് സംശയം? ഇഹലോകത്ത് മാന്യനായിക്കൊണ്ട് അതാരെ കാണിക്കാനുള്ള പകൽ മാന്യതയല്ല, മറിച്ച് ഹൃദയം തൊടുന്ന മാന്യതയോടുകൂടി ജീവിക്കാൻ അവന് സാധിക്കും. ഒപ്പം പരലോകത്ത് ആ ജീവിച്ചതിന്റെ പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരും എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇതുപോലുള്ള ആത്മഹത്യകൾക്കൊക്കെ പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരാളുണ്ട് എന്ന ചിന്ത. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർക്കാത്തൊരു പ്രശ്നം ഒരു കോടികൾ കൊണ്ട് തീർക്കാൻ സാധിക്കുകയില്ല, ഒരു രീതിയിലുള്ള റെക്കമെൻഡുകൾ കൊണ്ട് തീർക്കാൻ സാധിക്കുകയില്ല, ഒരു സ്വാധീനം കൊണ്ട് തീർക്കാൻ സാധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സഹോദരന്മാരെ, കടമാകട്ടെ പ്രാരാബ്ധമാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ക് നൽകുന്നത്. കുടുംബ പ്രശ്നം അത് തീരണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തീരുമാനിക്കണം. ആ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോയാൽ ആ ഒരു ചിന്ത മാത്രമാണ് മനസ്സിന് സമാധാനം തരുന്നത്. അല്ല, നമുക്ക് എന്തുണ്ട് പരിഹാരം നിർദ്ദേശിക്കാൻ? എന്താണ് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്? ഈ ഏറ്റവും വലിയ പണക്കാരായിക്കൊണ്ട് ഒരു രീതിയിലുള്ള പ്രയാസമില്ലാതെ ജീവിക്കുന്ന ആളുകൾ പോലും ഒറ്റ സെക്കൻഡ് കൊണ്ട് ആത്മഹത്യ ഒരു തീരുമാനമായി കൊണ്ടെടുക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുന്നില്ല? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം പറഞ്ഞു. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, മനസ്സുകൾക്ക് ശാന്തി ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത് എന്ന്. സഹോദരങ്ങളെ, ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത് അത്ഭുതം തന്നെയാണ്. വിശ്വാസം പറഞ്ഞു, ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഇത് നമ്മളിത് കേട്ടുപോകുക എന്നതല്ല, നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കേണ്ട ഒരു വിശ്വാസമാണത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഇന്ന അസാബഹു സർറാ ശക്കറ, അവൻ എന്തെങ്കിലും ഒരു സന്തോഷം വന്നാൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കും. ആ നന്ദി അവന്റെ മനസ്സിലുണ്ടാകും. ഫകാന ഖൈറുൻ ലഹു, അതവന് നന്മയാണ്, അതവന് പ്രതിഫലാർഹമാണ്. വൈനസാബത്തുഹു ളറാ, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എനിക്ക് ഇത്രയല്ലേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് സബറ, അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ഫകാന ലഹു ഖൈർ, ഫകാന ഖൈറൻ ലഹു, അവനത് നന്മയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ, ഏറ്റവും പ്രയാസമുള്ള പരീക്ഷണങ്ങളോടൊപ്പമാണ് ഏറ്റവും നല്ല പ്രതിഫലം ഇരിക്കുന്നത്, ഏറ്റവും മഹത്തായ പ്രതിഫലം ഇരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് തരുന്നതിന് വേണ്ടിയിട്ട്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവനെ പരീക്ഷിക്കും. അവന് കടമുണ്ടാകും, അവന് വേദനകൾ ഉണ്ടാകും, രോഗമുണ്ടാകും, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഫമൻ റളിയ ഫലഹു റിളാ, അതിലാരെങ്കിലും തൃപ്തി അടഞ്ഞാൽ, തൃപ്തി അടയാന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതല്ലാതെ രോഗം വന്നാല് എനിക്ക് തൃപ്തിയായി എന്ന് പറയലില്ല.
ആ രോഗത്തിന് നമ്മൾ ഇഷ്ടപ്പെടല്ല. രോഗത്തിന് ഇഷ്ടപ്പെടാനോ പ്രയാസത്തിന് ഇഷ്ടപ്പെടാനോ കഷ്ടപ്പാടിന് ഇഷ്ടപ്പെടാനോ അല്ല പറഞ്ഞത്. എന്തു വന്നാലും അള്ളാഹു തന്നതാണ്, ഞാനിത് സ്വീകരിച്ചു, അത് മാറ്റിത്തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രോഗം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ? അദ്ദേഹത്തിന് വലിയ പ്രയാസം കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദ്ദേഹം പറയുന്നത് എന്താ? അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഇതാ പ്രയാസത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, അള്ളാഹുവേ എനിക്കിതാ കഠിന പരീക്ഷണം വന്നിരിക്കുന്നു, വ അൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് എന്ന് പ്രാർത്ഥിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ സഹോദരന്മാർ അദ്ദേഹം തൃപ്തിയോടുകൂടിയാണ് അത് ചെയ്യുന്നത്. വമൻ സഖത ഫലഹു സുഖത്, ആരെങ്കിലും കോപം കാണിച്ചാൽ, ദേഷ്യം കാണിച്ചാൽ, ഇതെനിക്ക് അള്ളാഹു തന്നല്ലോ, 5 നേരം നിസ്കരിക്കുന്ന, റമദാൻ മാസം നോമ്പ് പിടിക്കുന്ന, സദഖ ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന എനിക്കൊക്കെ അള്ളാഹു എന്താണ് ഇങ്ങനെ പ്രയാസം തരുന്നത്? അവിടെ കള്ളു കുടിച്ച് ഉപയോഗിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവനൊക്കെ സുഖമായി കൊണ്ട് നടക്കുന്നു എന്ന ചിന്ത നമ്മളെ മനസ്സിലേക്ക് വന്നാൽ സഹോദരന്മാരെ, അവരെ എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമുക്ക് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണം തന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ അജ്ജലല്ലാഹു ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ. അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ, ഖൈർ എന്നത് പണ്ഡിതന്മാരുടെ പറഞ്ഞത് തക്ഫീറുൽ ദംബ്, അവന്റെ പാപം പൊറുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? അവന് ഈ ലോകത്ത് നിന്ന് തന്നെ ശിക്ഷ തരും. നമുക്ക് രോഗമായിട്ടായിരിക്കാം, വേദനയായിട്ടായിരിക്കാം, അല്ലാത്ത സാമ്പത്തിക പ്രശ്നമായിരിക്കാം. ഇത് അള്ളാഹു ചെറിയ ശിക്ഷയായിക്കൊണ്ട് നമുക്ക് തന്ന് നമ്മുടെ അവസാനിപ്പിക്കും. പരലോകത്തേക്ക് പിന്നെ ആ ചോദ്യമില്ല. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പലതും പുറത്തു പോകും. എന്നാൽ വൈദാ അറാദ ബിഅബ്ദിഹി ശർറ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ശർറ എന്ന് പറഞ്ഞാൽ മുറാദ് ബിശർരി ഹാദാ അദാബുൽ ആഖിറ, പരലോകത്തെ ശിക്ഷയാണ് ശർറ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാർക്കെങ്കിലും ഉദ്ദേശിച്ചാൽ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തടഞ്ഞു വെക്കും. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ അവൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അവനൊക്കെ നല്ല സുഖമായി കൊണ്ട് ജീവിക്കുന്നു, അള്ളാഹു ഇതൊക്കെ തടഞ്ഞു വെച്ചതാണ്. അവൻ ഈ ലോകത്ത് ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അവന് ധാരാളം കൊടുക്കും. എന്നിട്ടോ ഒരൊറ്റ പിടുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഖൗഫു മിനസ് സിഹ്ഹത്തി ദായിമ അൻ തകൂന അലാമത്തു ശർർ. ആരെങ്കിലും അവന്റെ ആരോഗ്യത്തിൽ യാതൊരു പ്രയാസവും, എന്തെങ്കിലും പ്രയാസം വരുന്നത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ശർറ് കൊടുക്കുന്നതിന്റെ ലക്ഷണമാണ്. എന്തു വന്നാലും നമുക്ക് വലിയ പരിഭ്രമം, എന്തു വന്നാലും നമുക്ക് നിരാശ, ഇത് അല്ലാഹു അവന് ശിക്ഷ കൊടുക്കുന്നതിന്റെ സൂചനയാണ് എന്ന് മഹാന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരന്മാരെ, ഇന്ന് എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ പെരുകി വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും, അവരെ തൃപ്തിപ്പെടുത്തുന്നത്, അവരുടെ അടുത്ത് ഇരിക്കാൻ നമുക്ക് സമയമില്ല, അവരെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല, അവരെ തലോടാൻ നമുക്ക് സമയമില്ല. നമുക്ക് അതിന് സമയമില്ലാത്ത ആ ഒരു നമ്മളുടെ അപാകത നികത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവന് നല്ല ഗിയറുള്ള സൈക്കിൾ വാങ്ങിക്കൊടുക്കും, അവന് നല്ല മൊബൈൽ വാങ്ങിക്കൊടുക്കും, നല്ല ബൈക്ക് വാങ്ങിക്കൊടുക്കും. ഇതുപോലെ കൊടുത്ത് സ്നേഹം ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു പ്രവണതയാണെന്ന് പല കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല, അവന്റെ പ്രശ്നങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നില്ല, പലപ്പോഴും നമുക്ക് അതിന് സമയമില്ല. നമ്മൾ അതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇതൊരിക്കലും മക്കളുടെ സ്നേഹം ഉണ്ടാക്കില്ല, മറിച്ച് അത് അവരില് അത് കിട്ടാതാകുമ്പോഴുള്ള വെറുപ്പ് മാത്രമായിരിക്കും അവരെ മനസ്സിലുണ്ടാക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ ആത്മഹത്യാ പ്രവണത വരെ അവരെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ അത് കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടൊരു മുസ്ലിമാണ് എങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാകും, നമുക്ക് മരിക്കാൻ തോന്നിപ്പോകുന്ന അവസ്ഥയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലാ യതമന്നയന്ന അഹദും മിൻകും, നിങ്ങൾ ആരും തന്നെ ആഗ്രഹിക്കരുത് അൽ മൗത, മരണത്തിനെ ആഗ്രഹിക്കരുത്. ബിദുർരിൻ അസാബഹു, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും മരണത്തിനെ ആഗ്രഹിക്കരുത്, ആഗ്രഹിക്കാൻ പോലും പാടില്ല. മനസ്സിലേക്ക് വരാം. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യണം? ഫഖുൽ, അപ്പോൾ നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഹീനി ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. ഇത് പറഞ്ഞാൽ മതി.
ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും. പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ വീട്ടിലെ ആളുകളൊക്കെ പറയാറുണ്ട്, ഒന്ന് മരിച്ചെങ്കിൽ, ഒരു വേദന വരുമ്പോൾ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പറയാൻ റസൂൽ പഠിപ്പിച്ചു, അല്ലാഹു മഹീനി, അല്ലാഹുവേ എന്നെ ജീവിപ്പിക്കണമേ. ഇൻകാനത്തിൽ ഹയാത്ത് ഖൈറല്ലി, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ, ഞാൻ ജീവിച്ചിരുന്നിട്ട് ഈ ലോകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ, എന്റെ പരലോകത്തിലേക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം. വത്തവഫനി, അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കുക. ഇതാ കാലത്തിൽ വഫാത്ത് ഖൈറല്ലി, എനിക്ക് വഫാത്താണ്, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ റബ്ബേ നീ മരിപ്പിക്കണമേ. ഇത് രണ്ടിനും അധികാരമുള്ളത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ആ ഒരു നിലപാടാണ് വിശ്വാസി എടുക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നിലനിൽക്കണം. നമ്മുടെ മക്കളെയും അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മരണം, ചാകണം, മരിക്കണം എന്ന ചിന്ത മനസ്സിലേക്ക് വരാൻ പോലും പാടില്ല. അത് വലിയ പാപമാണ് എന്ന് പഠിപ്പിക്കണം. ഖത്ലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വൻപാപങ്ങളിൽ ഒന്നെന്താണ്? ഖത്ലുൻ നഫ്സാണ്. ഒരു ആത്മാവിനെ കൊല്ലുക, ഒരു ജീവനെ കൊല്ലുക. അത് അന്യന്റെ ജീവനാണെങ്കിലും സ്വന്തം ജീവനാണെങ്കിലും അതിൽപ്പെട്ടു. ആത്മഹത്യ ആ മനുഷ്യവധത്തിൽ തന്നെയാണ് പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിലെ പ്രശ്നം എന്താണ്? ഉമ്മ ഒന്ന് ചെറുതായിട്ട് ചീത്ത പറഞ്ഞാൽ, ഒന്ന് മൊബൈൽ കൊടുക്കാതിരുന്നാൽ, ഇതൊക്കെ ഓരോ വീട്ടിലും സംഭവിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തയാണ്. ഇതൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിശദീകരിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇത് വായിച്ചാൽ, ആഹാ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ എന്നാണ് പലപ്പോഴും ചിന്തിക്കുക. ഒന്ന് സീരിയൽ കാണിക്കാത്തതിന്, ചാനൽ മാറ്റിയതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്ത് എന്തെങ്കിലും ഒരു മുഴ വന്നതിന്റെ പേരിൽ പോലും, അല്ലെങ്കിൽ ഒരു വ്രണം വന്നു, അത് ക്യാൻസർ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പേടിച്ചു, ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ കുട്ടികളെ ജീവിതം പഠിപ്പിക്കണം, ഇസ്ലാം പഠിപ്പിക്കണം, പരലോകം പഠിപ്പിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടത്തെ വേദന, ഇവിടെ ഒരു ആത്മഹത്യ നമ്മൾ ചെയ്താൽ എന്തൊക്കെയാണ് സഹോദരന്മാരെ? എന്തുകൊണ്ടാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത്? നമുക്ക് വന്നൊരു പ്രയാസം, ആ പ്രയാസം തീർന്നോ? ആ പ്രയാസം നമ്മുടെ മനസ്സിൽ തികട്ടി വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഒരു കയറിൽ തൂങ്ങി, അല്ലെങ്കിൽ വിഷം കുടിച്ചു, അല്ലെങ്കിൽ വണ്ടിക്ക് വട്ടം ചാടി, അല്ലെങ്കിൽ ഏതെങ്കിലും തീയിലേക്ക് ചാടി, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി, അതിന്റെ കഠിനമായ വേദന നമ്മളിവിടെ അനുഭവിക്കണം. അതോടൊപ്പം തന്നെ ആ മരണവേദനയ്ക്ക് ശേഷം പരലോകത്തെ അതിനേക്കാൾ വലിയ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇതറിയണം, നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ അറിയണം. സഹോദരന്മാരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. മൻ ഖതല നഫ്സൻ ബിഹദീദത്തിൻ, ആരെങ്കിലും കത്തികൊണ്ട്, മുറിവ് പറ്റിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുത്തിക്കൊണ്ട് സ്വന്തം ശരീരത്തിന് ഇല്ലായ്മ ചെയ്താൽ, മരിച്ചാൽ, ഫഹദീദതഹു ഫി യദിഹി, പരലോകത്ത് അവന്റെ കയ്യിൽ അതേ കത്തി ഉണ്ടാകും. യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ, അവൻ അതുകൊണ്ട് അവന്റെ വയറ്റിൽ, എവിടെയാണ് കുത്തിയത് എന്ന് വെച്ചാൽ, എന്താണ് മുറിച്ചതെന്ന് വെച്ചാൽ, ഞരമ്പാണ് മുറിച്ചതെങ്കിൽ ആ രീതിയിൽ പരലോകത്ത് അതേ കത്തി കൊണ്ട് ചെയ്യും. അതൊന്ന് എവിടെ വെച്ചാണ് ചെയ്യുന്നത്? ഫീ നാരി ജഹന്നമ, നരകത്തിയിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഖാലിദൻ മുഖല്ലദ, എന്നേക്കുമായിക്കൊണ്ട്, ഫീഹ അബദ, അതിൽ നിത്യവാസിയായിക്കൊണ്ടായിരിക്കും അത് ചെയ്യുക. അതായത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചെയ്ത പ്രവർത്തനം, ഒന്ന് വേദന അനുഭവിച്ചു, പിന്നെയും അതേ വേദന, ആ വേദനയോടെ ഓർമ്മയോടുകൂടി പിന്നെയും വേദന, ആ രീതിയിലുള്ള അനുഭവമായിരിക്കും ആത്മഹത്യ ചെയ്ത ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുക. വമൻ തറദ്ദ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദ, ഒരാൾ മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവിടെ നിന്ന് താഴേക്ക് വീണ് ശരീരം മുഴുവനും നുറുകി തലയൊക്കെ പൊട്ടിത്തെറിച്ച് ആ വേദന ഈ ലോകത്ത് നിന്ന് അനുഭവിക്കണം. പരലോകത്ത് അതേ വേദന തന്നെ അവൻ ആവർത്തിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു ഫഹുവ ബിഹസാഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദ, ഒരാൾ വിഷം കുടിച്ചുകൊണ്ട് അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് മരണപ്പെടുകയാണ് എങ്കിൽ, അയാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പരലോകത്ത് നരകത്തിൽ കിടന്നുകൊണ്ട് അവനത് അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമുക്ക് കാണാം. പ്രവാചകന്റെ കാലത്ത് ഒരു മനുഷ്യൻ ഒരു രോഗം വന്നുകൊണ്ട്, ഒരു മുറിവ് പറ്റിക്കൊണ്ട് വലിയ വേദനയായി, പ്രയാസമായി, അവനവന്റെ കയ്യിലുള്ള കത്തിയെടുത്തുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ബാദറനി അബ്ദി ബിനഫ്സിഹി ഫഹറംതു അലൈഹിൽ ജന്ന, എന്റെ അടിമ
എന്റെ കാര്യത്തിൽ, എന്റെ ഡ്യൂട്ടിയിൽ അവൻ എന്ത് ചെയ്തു? അവൻ ധൃതി കൂട്ടിയിരിക്കുന്നു, അവൻ ധൃതി കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ്. അള്ളാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാർ, ഇതുപോലെ ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ കുടുംബത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഇന്ന് മരണപ്പെട്ടു പോയ, കഴിഞ്ഞ ദിവസമൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ, അവരെ കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് വേദന തന്നെയാണ്, അതിൽ സംശയമില്ല. നമ്മളെ വീട്ടിൽ സംഭവിച്ചാൽ പലരും ആക്ഷേപിക്കും, ആത്മഹത്യയാണ്, പല രീതിയിലും കുറ്റപ്പെടുത്തിയേക്കാം, പല കാരണങ്ങളും പറഞ്ഞേക്കാം. പക്ഷെ നമ്മളിൽ നിന്നൊരാൾ വിട്ടുപോകുമ്പോൾ നമുക്കതിന്റെ വേദന ഉണ്ടാകും, പ്രയാസമുണ്ടാകും. നമ്മളെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, നമ്മളെ ഇഷ്ടക്കാർ, നമ്മുടെ സഹോദരന്മാർ ആരുമാകാം. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുർബല നിമിഷം എന്നൊരു നിമിഷമില്ല. അവരെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുന്നവരായിരിക്കും. പക്ഷേ ആ സംഭവിച്ച ചിലപ്പോൾ വല്ല മാനസിക രോഗമായേക്കാം, ബുദ്ധി പറഞ്ഞതായിരിക്കാം, മാനസിക നില തെറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തതായിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ല. ഒരാൾ കെട്ടിത്തൂങ്ങി കിടക്കുന്നു, അല്ലെങ്കിൽ വിഷം കുടിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്നു, ആത്മഹത്യ എന്ന് സംശയിക്കുന്ന രീതിയിൽ, അത് ചിലപ്പോൾ ആരെങ്കിലും ചെയ്തതായിരിക്കാം. നമ്മൾ ഉടനെ തന്നെ ആത്മഹത്യ എന്ന് വിധി എഴുതി അയാൾ എന്തായാലും നരകത്തിലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പ്രവാചക സാഹിബിന്റെ ഹദീസുകൾ നമുക്ക് തെളിവാണ്. റസൂൽ സാഹിബ് പഠിപ്പിച്ച മുഴുവനും അങ്ങനെയാണ്. അവർ ആ പ്രവർത്തനം ആത്മഹത്യയാണെങ്കിൽ അവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് ചെയ്യേണ്ട കടമ നമുക്ക് കൈപറയില്ല. എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. നമ്മൾ ചെയ്യേണ്ട കടമ എന്താണ്? ഇതിനൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയലല്ല, ഇതിന് മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല എന്ന് പറയലല്ല. അവിടെയും നമ്മൾ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ നടന്ന മരണങ്ങൾ, അവരുടെ മയ്യത്ത് കുളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കഫൻ ചെയ്തിട്ടുണ്ട്, അവരുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ മയ്യത്ത് അത് നമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ മയ്യത്ത് മുസ്ലിമീങ്ങൾ കബറടക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അന്ന റജുലൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുരിഹ ഫആദത്തുഹു ജവാരിഹ്. ഒരു മനുഷ്യന് ഒരു മുറിവ് പറ്റി, അത് വളരെ കഠിനമായ മുറിവായി. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവന്റെ കത്തി എടുത്തുകൊണ്ട് അവന്റെ കൈയിന്റെ ഞരമ്പ് മുറിച്ചു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ, ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുക, ഇത് ചെയ്തു. ഫലം യുസല്ലി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചില്ല. പള്ളിയിൽ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടില്ല. പക്ഷെ ഫഖാല, അദ്ദേഹം പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. റസൂലുള്ളാഹി ഒരു പ്രോത്സാഹനം കൊടുത്തില്ല. അത്രയും കഠിനമായ ശിക്ഷ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു പ്രോത്സാഹനം കൊടുക്കലാകും എന്നതുകൊണ്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇതനുസരിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നത്, എന്താണ് അവിടുത്തെ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുന്നത്? നമസ്കരിക്കേണ്ടവർക്ക് നമസ്കരിക്കാം, അതൊരിക്കലും തടയാനും പാടില്ല. ആ നമസ്കാരം പ്രവാചകന്റെ സ്വഹാബത്ത് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും. അവൻ പരിപൂർണ കാഫറാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ പറയുമായിരുന്നില്ല. അവൻ പരിപൂർണ മുശ്രിക്കാണ്, അബൂജഹലിനെ പോലെ. അങ്ങനെയുള്ള മുശ്രിക്കോ കാഫറോ ആണ് എങ്കിൽ നിങ്ങൾ നമസ്കരിക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നില്ല. കാരണം കാഫറിന് വേണ്ടി നമസ്കരിച്ചിട്ട് കാര്യമില്ല, മുശ്രിക്കിന് വേണ്ടി നമസ്കരിച്ചിട്ട് കാര്യമില്ല. 4 ഇമാമുമാരും ഇതേ അഭിപ്രായമാണ്. ചെയ്തത് വൻപാപമാണ് എങ്കിൽ പോലും ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എങ്ങനെ? ശിക്ഷ അനുഭവിക്കില്ല എന്നല്ല, ഈ പറഞ്ഞ ശിക്ഷ ഇവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് കാലാകാലം ആസ്വദിച്ചുകൊണ്ടേയിരിക്കും, അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്താൽ ആത്മഹത്യ ചെയ്തവർക്ക് സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിച്ചേക്കാം. അല്ലാഹു പുറത്തു കൊടുത്താൽ. പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് പാപമായിരുന്നാലും നമ്മൾ നരകത്തിൽ ശാശ്വതമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആത്മഹത്യാ പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അല്പമൊക്കെ വിശ്വാസമുള്ളതുകൊണ്ട് ചിലപ്പോൾ അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ വിശ്വാസത്തിന്റെ കുറവ് അത് നമ്മുടെ മക്കളിൽ പോലും ഈ ചിന്തയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തുടരെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അത് പ്രേരണ നൽകുന്ന രീതിയിലുള്ള വാർത്തകളാണ്. ഇത്രയും കോടീശ്വരനെ ഇതൊന്നും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ കടം വീട്ടുമെന്ന ചിന്ത, അതല്ല സഹോദരന്മാരെ ഉണ്ടാകേണ്ടത്. മറിച്ച് നമുക്ക് കടമുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മല പോലെ കടമുണ്ട് എങ്കിലും അതൊക്കെ അല്ലാഹു പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുക മാത്രമാണ് രക്ഷ.
നമ്മുടെ മക്കൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ എന്ന് സഹോദരന്മാർ നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. പ്രായപൂർത്തിയായ മകൾ തലയിൽ തട്ടമിട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നുണ്ട് എങ്കിൽ അവൾക്ക് ദീനിനോട് സ്നേഹമില്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ഒരു വാപ്പക്ക് സാധിക്കും. നമസ്കരിക്കാൻ മടി കാണിക്കുന്ന ഒരു കുട്ടി നമസ്കരിക്കുന്നില്ല, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, നമ്മളവിടെ മനസ്സിലാക്കേണ്ടതാണ് ബുദ്ധി. ഇവൾക്ക് ദീനിനോട് താല്പര്യമില്ല, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. അതുപോലെ പല ഹറാമിലേക്കും അവർ പോകാൻ സാധ്യതയുണ്ട്. നമ്മളത് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാം ദീനിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കുകയും ആ ദീനിൽ നിന്നുകൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ.